ഹലോ ഫ്രണ്ട്സ്, ഇതൊരു മില്ലറ്റിൻ്റെ റൊട്ടിയാണ്. ഇത് ഒരു ബാജറി എന്ന് വെച്ചാൽ പേൾ മില്ലറ്റിൻ്റെ റൊട്ടിയാണ്. അതിന് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നമുക്കത് ആദ്യം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ബാജറി അല്ല പേൾ മില്ലറ്റിൻ്റെ പൊടി വീട്ടിൽ പൊടിപ്പിച്ചതാണ്. അതെടുത്ത് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുഴച്ചു. ആദ്യം കൈവച്ച് കുഴയ്ക്കാൻ നോക്കി, പക്ഷെ നല്ലതായിട്ട് പൊള്ളും കേട്ടോ. നിങ്ങൾ കൈവച്ച് കുഴക്കില്ല. ആദ്യം തവി വെച്ച് കുഴച്ച് ശേഷം നന്നായിട്ട് കൈവച്ച് കുഴച്ച് നന്നായിട്ട് കുഴയ്ക്കണം. നല്ല പരുവത്തിൽ കുഴച്ചെടുക്കണം. കാരണം നമ്മൾ ചപ്പാത്തിപ്പാലൊക്കെ വെച്ചൊന്നുമല്ല ഇത് കുഴയ്ക്കാൻ ഞാൻ പരത്താൻ പോകുന്നത്. ഞാൻ കൈവച്ച് തന്നെയാണ് പരത്തുന്നത്. അതെങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കിക്കേ. പ്ലേറ്റിലോട്ട് ഞാൻ കുറച്ച് പൊടി തൂവിയിട്ട് അതിൻ്റെ മുകളിലോട്ട് അത് ഇട്ട് നമ്മൾ പെതുക്കെ അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെത്താനത് റൗണ്ടായിക്കോളും. എല്ലാം പില്ലറ്റ്സ് ഇങ്ങനെയാണ് നമ്മൾ റോട്ടി ഉണ്ടാക്കുന്നത്. ഞാനിതൊരു മഹാരാഷ്ട്രൻ ഫാമിലിയിൽ നിന്ന് പഠിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഞാനിത് വീട്ടിലെപ്പോഴും ഉണ്ടാക്കും. എന്നിട്ട് തിരിച്ച് വേണം ഇടാൻ. പൊടിയുള്ള ഭാഗം മുകളിൽ സോ ദാറ്റ് അതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊടിയെല്ലാം അങ്ങ് വയ്ക്കുള്ളൂ. ഇനി നല്ലതായിട്ട് തിരിച്ച് മറിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. പെതുക്കെ അമക്കി കൊടുത്ത് മൂപ്പിക്കണം. അതായത് എന്നാലേ അത് നന്നായിട്ട് വേവത്തുള്ളൂ. തിരിച്ച് മറിച്ച് ഇത് വളരെയധികം മഗ്നീഷ്യം പൊട്ടാഷ്യം ഒക്കെ ഉള്ള ഒരു മില്ലറ്റാണ്. പിന്നെ ഇത് ഡൈജഷന് വേണ്ടി നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്, ഹാർട്ട് ഡിസീസിന് നല്ലതാണ്. ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ട് നിങ്ങളിത് എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇവിടെ യൂട്യൂബിൽ ന്യൂ ആയതുകൊണ്ട് എന്നെ ആർക്കും അറിയത്തുമില്ല. എനിക്കധികം സബ്സ്ക്രൈബേഴ്സും ഇല്ല. നിങ്ങളെല്ലാവരും കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയേക്കണം, ഒന്ന് ലൈക്ക് അടിച്ച് പോയേക്കണം. ഇതിനകത്ത് കണ്ടില്ലേ, അത് നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് അരിയുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിരിച്ചും മറിച്ച് മൂപ്പിച്ച് നന്നായിട്ട് എടുക്കണം. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെ നല്ല, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇത് ഞാനന്ന് ടേച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനന്ന് ഒരു വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യാണ് പെട്ടെന്ന്. എനിക്ക് നെയ്യും പിന്നെ നമ്മൾ ചിക്കനോ മട്ടനോ കടലയോ എന്തൊക്കെ കറികളുടെ കൂടെയും കൂട്ടാം. ഓക്കെ, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.